Good morning. Good morning, ma'am. Okay, good morning. Good morning, ma'am. Okay. അപ്പോ എന്നെ ജസ്റ്റ് ഒന്ന് ഓൾ മ്യൂട്ട് ചെയ്യാണ് കേട്ടോ. എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. ഓക്കെ, എന്റെ പേര് വന്ദന എന്നാണ് കേട്ടോ. വന്ദന എന്നാണ് എന്റെ പേര്. ഞാൻ ജസ്റ്റ് ഒരു അരമണിക്കൂർ മാത്രമേ ഞാൻ സ്പെൻഡ് ചെയ്യുന്നുള്ളൂ. അറിയാലോ നിങ്ങൾക്ക്. ഓക്കെ ശില്പ, ഗുഡ് മോർണിംഗ്. ഓക്കെ, ഇത്രയും പേരുണ്ടാവാറുള്ളൂ ക്ലാസ്സിലെ? 30 പേരുള്ളല്ലോ. ഓക്കെ ശ്രീലക്ഷ്മി, ഗുഡ് മോർണിംഗ്. അപ്പൊ ഞാൻ ജസ്റ്റ് ഒന്ന് ഓൾ മ്യൂട്ട് ചെയ്യാണ് കേട്ടോ. ഓൾ മ്യൂട്ട് ചെയ്തിട്ട് കുറച്ച് കാര്യങ്ങൾ ഞാൻ ക്ലാസ് ഒന്നും എടുക്കുന്നില്ല. അപ്പൊ കുറച്ച് കാര്യങ്ങൾ നിങ്ങളുടെ അടുത്ത് പറയാൻ വേണ്ടി മാത്രം വന്നതാണ്. അപ്പൊ ഞാൻ ഒന്ന് ഓൾ മ്യൂട്ട് കൊടുക്കാണ് കേട്ടോ. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ക്ലാസ്സുകൾ എടുത്തിരുന്നത് ട്രീസ മിസ് ആയിരുന്നു. അപ്പൊ മിസ് പറഞ്ഞിട്ടുണ്ടാവും അല്ലെ, മിസ് കുറച്ച് ദിവസത്തേക്ക് മിസ് ലീവിലാണ്. അപ്പൊ അതുകൊണ്ട് അതിന് പകരമായിട്ട് വന്ന ആളാണ് കേട്ടോ ഞാൻ. അപ്പൊ നിങ്ങൾ പേടിക്കില്ല, മിസ് വന്നു കഴിഞ്ഞാൽ ഞാൻ പോകും. അപ്പൊ അങ്ങനെ ഒരു വിഷമമൊന്നും വിചാരിക്കേണ്ട കേട്ടോ. നിങ്ങൾക്ക് ട്രീസ മിസ് ആയിട്ടാണ് നിങ്ങൾ മിസ്സിനെയാണ് കൂടുതൽ കണ്ടിരിക്കുന്നത്, മിസ്സിന്റെ ക്ലാസ്സുകളാണ് നമ്മൾ കേട്ടിരിക്കുന്നത്. അപ്പൊ പെട്ടെന്ന് ഒരു ദിവസം മിസ് മാറിയിട്ട് പുതിയൊരാള് വരുമ്പോ ചിലപ്പോ നിങ്ങൾക്കൊരു ആക്സെപ്റ്റ് ചെയ്യാനും ആ ഒരു ക്ലാസ്സുമായിട്ടൊക്കെ ഒത്തുപോകാനൊക്കെ ചിലപ്പോ ബുദ്ധിമുട്ട് വന്നേക്കാം. എനിക്ക് തോന്നുന്നു, അറിയില്ല. അപ്പൊ എങ്ങനെയായാലും കുറച്ച് ദിവസത്തേക്ക് ഇനി ഞാനായിരിക്കും ക്ലാസ്സുകൾ എടുക്കുക. എന്റെ പേര് വന്ദന എന്നാണ്. ഞാൻ ഫസ്റ്റ് ടൈമാണ് ഈ ഒരു ബാച്ചിലോട്ട് കയറുന്നത്. അപ്പൊ എന്താണ് പറയാനുള്ളത്, ഇപ്പം അറിയാലോ ഓരോരുത്തരെ ടീച്ചേഴ്സ് എല്ലാവരും എന്താ പറയാ, ടീച്ചിങ് സ്റ്റൈലിൽ എല്ലാവരുടെയും വ്യത്യാസം ഉണ്ടായിരിക്കും. എല്ലാവരും ഒരുപോലെ ആയിരിക്കില്ല. ചിലപ്പോൾ ട്രീസ മിസ് എടുക്കുന്ന ടീച്ചിങ് സ്റ്റൈലായിരിക്കാം ഒരുപക്ഷെ നിങ്ങൾക്ക് കുറച്ചും കൂടെ കംഫർട്ട് ആവാം. എങ്ങനെയാന്ന് എനിക്ക് അറിയില്ല. എങ്കിലും നിങ്ങൾ കുറച്ച് നാളിന് അഡ്ജസ്റ്റ് ചെയ്യേണ്ടതായിട്ട് വരും കേട്ടോ. പിന്നെ ക്ലാസ് എടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാല് ജസ്റ്റ് നിങ്ങൾ മെസ്സേജ് ചെയ്താൽ മതി കേട്ടോ. പിന്നെ നമ്മൾ ക്ലാസ് അവസാനിക്കുന്നതിന്റെ ആ ഒരു കുറച്ച് ഒരു 5 അല്ലെങ്കിൽ ഒരു 10 മിനിറ്റ് മുമ്പ് നമ്മൾ ക്ലാസ് അവസാനിപ്പിക്കും. എന്നിട്ട് നമ്മൾ അൺമ്യൂട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് അന്നത്തെ ക്ലാസ്സിൽ ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചോദിക്കാം കേട്ടോ. അപ്പൊ അത്രയൊക്കെയാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? മിസ് വരും കേട്ടോ. മിസ് കുറച്ച് നാളത്തേക്ക് മാത്രമാണ് ലീവ്. അത് മാത്രം ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ കയറിയിരിക്കുന്നത്. മിസ് വരുമ്പോ വേറെ പ്രശ്നങ്ങൾ ഉണ്ടാവില്ല കേട്ടോ. അപ്പൊ തന്നെ ഞാൻ പോവുകയും ചെയ്യും. ഓക്കെ, മറ്റെന്തെങ്കിലും നിങ്ങൾക്ക് പറയാനായിട്ടുണ്ടോ? ഞാൻ ജസ്റ്റ് നിങ്ങളൊന്ന് പരിചയപ്പെടാൻ വേണ്ടി കയറിയതാണ്. ഇന്ന് ക്ലാസ് ഒന്നും എടുക്കുന്നില്ല. ഒരു ഹാഫ് ആൻ അവർ ഇത്രയേ ഉള്ളൂ കേട്ടോ. ഞാൻ അൺമ്യൂട്ട് ചെയ്യാം. എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ഇവിടെ അടുത്തൊക്കെ ഉള്ളവരാണോ നിങ്ങള്? അത് ദൂരെയുള്ള ആൾക്കാരാണോ? ദൂരെയുള്ള കുട്ടികളാണോ? കണ്ണൂര്. ഓക്കെ ഓക്കെ. ആലപ്പുഴ, ചെങ്ങന്നൂര് അല്ലെ? കാലിക്കറ്റ്, മലപ്പുറം, കൊല്ലം. ഓക്കെ, പത്തനംതിട്ട അല്ലെ? ട്രിവാൻഡ്രം. എല്ലാ ഡിസ്ട്രിക്റ്റിലും ഉണ്ട് അല്ലെ? പുത്തൻവേലിക്കര അതുകൊണ്ട് അടുത്താണല്ലോ. തൃശ്ശൂർ കൊടുങ്ങല്ലൂർ. ഓക്കെ, എന്റെ വീടും തൃശ്ശൂരാണ്. എന്റെ ശരിക്കും സ്വദേശം തൃശ്ശൂരാണ്. താമസിക്കുന്നത് ഇവിടെ എറണാകുളത്താണ് മാത്രം. തൃശ്ശൂർ എവിടെയാണ് വീട്? പാരീസ് മലപ്പുറം അല്ലെ? ചിച്ചിമോൾ പാലക്കാട്, ആര്യ കോട്ടയം, മഞ്ഞൾ കോട്ടയം. ഓക്കെ, തൃശ്ശൂര് തലൂരെന്ന് കേട്ടിട്ടുണ്ടോ നിങ്ങള്? തൃശ്ശൂരുള്ളവരോടാണ് കേട്ടോ ഞാൻ പറഞ്ഞത്. തലൂരെന്ന് കേട്ടിട്ടുണ്ട്? തലൂർ. അവിടുന്ന് ഒരു 10-25 മിനിറ്റ് കൂടെ കഴിഞ്ഞാൽ നമ്മുടെ തൃശ്ശൂർ റൗണ്ടിലോട്ട് എത്തും. അവിടെയാണ് എന്റെ വീട് കേട്ടോ. ഓക്കെ, കേട്ടിട്ടുണ്ട് അല്ലേ? ഓക്കെ ഓക്കെ ഓക്കെ. മരടിലാണ് വീട് അല്ലേ? തൃശ്ശൂര്. ഓക്കെ, ശരി. അപ്പൊ കുറച്ച് നാളത്തേക്ക് മാത്രം ഇനി അഡ്ജസ്റ്റ് ചെയ്താൽ മതി. തന്നെ വിഷമിക്കണ്ട. നിങ്ങളുടെ മിസ്സിനെ കാണാൻ പറ്റില്ല, ട്രീസ മിസ്സിന് വരില്ല എന്നൊന്നും വിചാരിക്കേണ്ട. മിസ് കുറച്ച് നാളത്തേക്ക് ലീവുള്ളൂ. ആ ടൈം മാത്രം മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ കയറിയിരിക്കുന്നത് കേട്ടോ. ഓക്കെ, ചാഴൂർ പെരിങ്ങോട്ടുകര. ഓക്കെ, ഇതാക്കി പെരിങ്ങോട്ടുകര കേട്ടിട്ടുണ്ട്. മാം മാറിയിട്ടല്ല. നീതുന്റെ മിസ്, ട്രീസ മിസ് കുറച്ച് നാള് ലീവിലാണ്. അപ്പൊ ആ ലീവുള്ള സമയത്ത് ആ ഒരു ക്ലാസ് ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു ബാച്ചിലോട്ട് കയറിയിരിക്കുന്നത് കേട്ടോ. മിസ് വന്നു കഴിഞ്ഞാൽ ഞാൻ ഉടനെ പോകും. ഓക്കെ, ഇപ്പൊ പ്രശ്നമില്ല.
ഓക്കെ പാർവതി, ഊരകം അല്ലെ? ഓക്കെ ഓക്കെ ഓക്കെ, അറിയാം. എന്റെ മേമയുടെ വീട് ഊരകത്താണ്, അറിയാം. അതിന് പ്രോബ്ലം ഇല്ല, നന്നായി ക്ലാസ് എടുത്താൽ മതി. ഓക്കെ കീർത്തന. ഞാൻ പറഞ്ഞല്ലോ, ടീച്ചേഴ്സ് നമുക്ക് എല്ലാവരുടെയും ടീച്ചേഴ്സ് സ്റ്റൈൽ വ്യത്യാസം ഉണ്ടായിരിക്കും. നമ്മളായാലും സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് നമ്മളൊരു ടീച്ചറെ കണ്ട് അവരുടെ ക്ലാസ്സുകൾ കേട്ട് അവരുമായിട്ടൊന്ന് അല്ലെ ഒരു നല്ലൊരു റിലേഷൻ ഒക്കെ കീപ്പ് ചെയ്തുകൊണ്ടിരിക്കും. പെട്ടെന്ന് ടീച്ചർ പോയി കഴിഞ്ഞിട്ട് വേറൊരു ടീച്ചർ വരുമ്പോൾ നമുക്കൊന്ന് ആക്സെപ്റ്റ് ചെയ്യാൻ കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ടാവും. ശരിയല്ലേ ഞാൻ പറഞ്ഞത്? എനിക്കുണ്ടായിരുന്നു. നമ്മൾ അങ്ങനെ ആ ടീച്ചറായിട്ട് സെറ്റ് ആയി പോയി, പിന്നെ പെട്ടെന്ന് ടീച്ചർ പോകുമ്പോൾ നമുക്കൊരു വിഷമമായിരിക്കും. പുതിയൊരു ടീച്ചർ വരുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു എന്താ പറയാ ആകാംക്ഷയായിരിക്കും, എങ്ങനെയായിരിക്കും എന്നൊക്കെ ഒരു തോന്നലുണ്ടായിരിക്കും. അപ്പൊ അവരുമായിട്ട് ഒരു ഇത് വരുമ്പോൾ നമുക്കൊരു ബുദ്ധിമുട്ടുണ്ടായിരിക്കും. നിങ്ങൾക്കും ഉണ്ടാവുമെന്ന് എനിക്കറിയാം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അതുകൊണ്ട് ഇന്ന് ക്ലാസ് എടുക്കുന്നില്ല, ജസ്റ്റ് നിങ്ങളെന്ന് പരിചയപ്പെടാം എന്ന് മാത്രം കരുതി കയറിയതാണ് കേട്ടോ. ഓക്കെ, അപ്പൊ മിസ് എത്ര ചാപ്റ്ററുകൾ എടുത്തിട്ടുണ്ടായിരുന്നു ഒന്ന് ജസ്റ്റ് എന്നോടൊന്ന് പറയാമോ? മിസ് എടുത്ത ചാപ്റ്ററുകൾ ഇപ്പൊ നിലവിൽ എവിടം വരെയാണ് പറഞ്ഞു നിർത്തിയിരിക്കുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ജസ്റ്റ് ആരെങ്കിലും ഒന്ന് പറയോ, അല്ലെങ്കിൽ മെസ്സേജ് ചെയ്യോ, ഒന്ന് ചെയ്യാമോ? ഓക്കെ, ട്രാൻസ്ഫർ ഓഫ് പേഷ്യന്റ് എടുത്തിട്ടുണ്ട് അല്ലെ? ഓക്കെ ഓക്കെ ഓക്കെ. ഡിസ്ചാർജ് പ്രോസസ് എങ്ങനെ എടുത്തിരുന്നു മിസ്? ഡിസ്ചാർജ് പ്രോസസ് എടുത്തിരുന്നു? ഓക്കെ അല്ലെ? പിന്നെ ഇത് പബ്ലിക് റിലേഷൻസ് അല്ലെ? മിസ് അങ്ങനെയാണ് പറഞ്ഞത്. അത് കംപ്ലീറ്റ് ആയിരുന്നു ചാപ്റ്റർ പബ്ലിക് റിലേഷൻസ് അല്ലെ? ഓക്കെ സ്ഥിര. അപ്പം അത് കംപ്ലീറ്റ് ആയോ? ഇല്ല, കംപ്ലീറ്റ് ആയിട്ടില്ല അല്ലെ? ഓക്കെ ഓക്കെ. ഏതുവരെ എടുത്തു എന്നൊന്ന് ഒന്ന് പറയാമോ? ലാസ്റ്റ് പേജ് അല്ലെ? റോള് വരെ പറഞ്ഞോ? മറ്റേ റോൾ ഓഫ് പബ്ലിക് റിലേഷൻ ഓഫീസർ അല്ലെ? അതുവരെ പറഞ്ഞു കഴിഞ്ഞോ? അത് കംപ്ലീറ്റ് ചെയ്തിരുന്നോ? ഓക്കെ ഓക്കെ, അത് കംപ്ലീറ്റ് ആയില്ലേ? അതിന് കുറച്ച് ഭാഗങ്ങളും കൂടെ അതിനകത്ത് ഉള്ളൂ എന്ന് തോന്നുന്നു അല്ലെ? അതായത് ഫങ്ഷൻസ്. ഓക്കെ, കറക്റ്റ് ആണ് സത്യര. ഫങ്ഷൻസ് ഓഫ് പബ്ലിക് റിലേഷൻസ്, പബ്ലിക് റിലേഷൻ ഓഫീസർ അല്ലെ? അതാണെന്ന് തോന്നുന്നു ഇനി പറയാനുള്ളത്. അപ്പൊ അതോട് കൂടിയിട്ട് ആ ഒരു ചാപ്റ്റർ കഴിയും അല്ലെ? ഓക്കെ, അത്രേ ഉള്ളൂ. ഇത്രയും വരെ മിസ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. കുറച്ച് ഭാഗം മാത്രമേ ഉള്ളൂ അല്ലെ? ഓക്കെ, സൗമ്യ. വേറെ എന്തെങ്കിലും നിങ്ങൾക്ക് ചോദിക്കാനുണ്ടോ? എന്റെ പേര് വന്ദന എന്നാണ് കേട്ടോ. വന്ദന എന്നാണ് എന്റെ പേര്. വന്ദന ശിവയില്ല, വന്ദന മാത്രമേ ഉള്ളൂ കേട്ടോ. ഓക്കെ. അപ്പൊ നിങ്ങള് അറിയാലോ, നിങ്ങള് ഒരു ബാലൻസ് ടൈം. ഓക്കെ ഓക്കെ. ഇല്ല, ഞാൻ എന്തായാലും അടുത്ത ദിവസം തന്നെ സ്റ്റാർട്ട് ചെയ്യാൻ വെച്ചു. പെട്ടെന്നാണ് എനിക്ക് കയറേണ്ടി വന്നത്, അപ്പൊ അതുകൊണ്ടാണ് കേട്ടോ. ഓക്കെ, അപ്പൊ നമ്മള് ഡിസ്ചാർജ് പ്രോസസ്സോ ഈ തേർഡും ഫോർത്തും മൊഡ്യൂൾസിന്റെ ചാപ്റ്ററിന്റെ പ്രത്യേകത നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും. ഫസ്റ്റും സെക്കൻഡും മൊഡ്യൂൾ പോലെയല്ല, കുറച്ചും കൂടെ ലെങ്തി ആയിട്ടുള്ള ചാപ്റ്ററുകളാണ് മനസ്സിലാക്കാനായിട്ട്. ഓക്കെ ഓക്കെ. സത്യത്തിൽ തേർഡ് മൊഡ്യൂൾ തൊട്ട് പോറാണ് അല്ലെ? അറിയാം അറിയാം. അതങ്ങനെയാണ്. ഫസ്റ്റും സെക്കൻഡും മൊഡ്യൂളിലെ ചാപ്റ്റേഴ്സുകൾ കുറച്ചും കൂടെ നിങ്ങൾക്ക് എളുപ്പമാണ്. പിന്നെ മാത്രമല്ല ലെങ്ത് കുറച്ച് കുറവായിട്ടുള്ള ചാപ്റ്ററുകളാണ്. അതേസമയം നമ്മുടെ തേർഡും ഫോർത്തിലോട്ടും കടക്കുമ്പോൾ കുറച്ച് വളരെ വലിയ ചാപ്റ്ററുകളാണ്. കുറച്ചുകൂടെ നമുക്ക് ബോറിംഗ് ആയിട്ടൊക്കെ ഫീൽ ചെയ്തിട്ടുണ്ട്. വളരെ ഡ്രൈ ആയിട്ടുള്ള ചാപ്റ്റേഴ്സുകളാണ് അധികം ഉള്ളത്. ഒന്നോ രണ്ടോ ചാപ്റ്ററുകൾ മാത്രമാണ് നമുക്ക് ഈസി ആയിട്ടൊക്കെ കുഴപ്പമില്ലാത്തത് കേട്ടോ. അപ്പൊ അതിൻ്റെതായ ഒരു ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും ക്ലാസ്സിൽ, അറിയാലോ. പിന്നെ പരമാവധി നിങ്ങൾ തേർഡും ഫോർത്തും മൊഡ്യൂളുകളൊക്കെ പഠിക്കുന്ന സമയത്ത് മോക്ക് ടെസ്റ്റുകൾ നല്ലോണം പ്രാക്ടീസ് ചെയ്യാനായിട്ട് നോക്കുക കേട്ടോ. കാര്യം നിങ്ങൾക്ക് ഒരു കൺഫ്യൂഷൻ ഉണ്ടാവും, ഏത് രീതിയിലാണ് ഇതിന് ക്വസ്റ്റ്യൻസ് വരിക എന്നുള്ളൊരു കൺഫ്യൂഷൻ ഉണ്ടാവുമല്ലോ. അപ്പൊ നമ്മൾ സജസ്റ്റ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ക്ലാസ് മാത്രം കേട്ടുകൊണ്ട് കാര്യമില്ല. മോക്ക് ടെസ്റ്റുകൾ എന്താണ് ഓക്കെ 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 സഫീറ.
അതെ അതെ. അതാണ് വളരെ കണ്ടന്റുകൾ ഒരുപാട് വാരി വലിച്ചിട്ടാണ് എഴുതിയിരിക്കുന്നത് തേർഡും ഫോർത്ത് മൊഡ്യൂളിലൊക്കെ. ഒരേ കണ്ടന്റ് തന്നെ പലതരം. എനിക്ക് പബ്ലിക് റിലേഷൻ എന്ന് പറയുന്ന ആ ഒരു ചാപ്റ്ററിൽ ഏകദേശം അങ്ങനെ തന്നെയാണ്. അതിന്റെ കണ്ടന്റുകൾ ശരിക്കും വളരെ കുറച്ചേ ഉള്ളൂ അല്ലെ? പക്ഷെ അതിൽ ഒരുപാട് കാര്യങ്ങൾ റിപ്പീറ്റ് ചെയ്ത് ഇങ്ങനെ പറയുന്നതാണ്. അങ്ങനെയാണ് ആ ചാപ്റ്ററിൽ അത്രയും കൂടുന്നത്. അപ്പൊ നിങ്ങൾ എപ്പോഴും ഇങ്ങനത്തെ ചാപ്റ്ററുകൾ പഠിക്കുമ്പോൾ മോക്ക് ടെസ്റ്റുകൾ നല്ലപോലെ പ്രാക്ടീസ് ചെയ്യണം കേട്ടോ. കാര്യം ആ രീതിയിൽ പ്രാക്ടീസ് ചെയ്താലാണ് നമുക്ക് എക്സാം എഴുതാനായിട്ട് എളുപ്പമുണ്ടാവുക. അല്ലാണ്ട് നമുക്കത് മുഴുവൻ വായിച്ചെത്തിക്കുക എന്ന് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പൊ നമ്മൾ പൊതുവെ ക്ലാസ്സിൽ അങ്ങനെ സജസ്റ്റ് ചെയ്യാറുണ്ട് കേട്ടോ. സമയം അറിയില്ല എനിക്ക്, നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഓരോ കാര്യങ്ങളിൽ ഇൻവോൾവ് ചെയ്യുന്ന ആളുകളായിരിക്കും. കിട്ടുന്ന സമയം നോക്കുക കേട്ടോ. അപ്പൊ നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ ഇപ്പൊ പബ്ലിക് റിലേഷൻ ഇൻ ഹോസ്പിറ്റലിൽ പ്രധാനമായിട്ടും നിങ്ങൾ ആദ്യം പഠിച്ചത് എഡ്വേർഡ് ബെർണേഴ്സിനെ പറ്റിയായിരിക്കും പറഞ്ഞിട്ടുണ്ടാവും അല്ലെ? ഫാദർ ഓഫ് പബ്ലിക് റിലേഷൻ എന്നറിയപ്പെടുന്നത് ആരാണ്? എഡ്വേർഡ് ബെർണേഴ്സ് ആണ് അല്ലെ? ഓക്കെ, എഡ്വേർഡ് ബെർണേഴ്സ് ആണ്. അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട ചില ബുക്കുകൾ അല്ലെ? ഏതാണ് അദ്ദേഹത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ബുക്ക്? ഏതാണ് അദ്ദേഹത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ബുക്ക്? ക്രിസ്റ്റലൈസിംഗ് പബ്ലിക് ഒപ്പീനിയൻ അല്ലെ? ക്രിസ്റ്റലൈസിംഗ് പബ്ലിക് ഒപ്പീനിയൻ എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ എന്താണ് ബുക്ക് അല്ലെ? ഫസ്റ്റത്തെ ബുക്കാണ് അദ്ദേഹം എഴുതിയത്. അതുപോലെ തന്നെ അത് ഓർത്തു വെക്കാട്ടെ. എഡ്വേർഡ് ബെർണേഴ്സ് എന്ന് പറയുന്ന വ്യക്തി എന്ന് പറയുന്നത് സിഗ്മണ്ട് ഫ്രോയിഡിന്റെ അല്ലെ? അദ്ദേഹത്തിന്റെ അമ്മാവനാണ് ആര്? സിഗ്മണ്ട് ഫ്രോയിഡ് എന്ന് പറയുന്നത്. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലെ? സിഗ്മണ്ട് ഫ്രോയിഡിനെ പറ്റി കേട്ടിട്ടുണ്ടോ നിങ്ങൾ? അദ്ദേഹം ഒരു സൈക്കോളജിസ്റ്റ് ആണ് കേട്ടോ. സൈക്കോ അനലിറ്റിക്കൽ തിയറി ഒക്കെ കൈകാര്യം ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയാണ് സിഗ്മണ്ട് ഫ്രോയിഡ് എന്ന് പറയുന്നത്. അദ്ദേഹം ഈ ഒരു പറയുന്ന എഡ്വേർഡ് ബെർണേഴ്സിന്റെ എന്താണ് അമ്മാവനായിട്ട് വരും അല്ലെ? അങ്കിളായിട്ട് വരും. അത് തന്നെ ജസ്റ്റ് ഫാദർ ഓഫ് മോഡേൺ സൈക്കോളജി എന്നറിയപ്പെടുന്നത് ആരാണ്? സിഗ്മണ്ട് ഫ്രോയിഡ് ആണ് കേട്ടോ. ഓക്കെ, പിന്നെ നമ്മൾ പറഞ്ഞത് ഇതിനകത്ത് പബ്ലിക് റിലേഷന്റെ 2 ഡെഫിനിഷൻസ് ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. ഇതിനകത്ത് ഒരു ജോൺ മില്ലറ്റിന്റെ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഡെഫിനിഷൻ എപ്പോഴും നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കണം കേട്ടോ. എന്തായിരുന്നു അത്? Public relation means knowing what the public hopes for and explaining how administration is satisfying these desires. അല്ലെ? അതായത് പൊതുജനങ്ങള്, പബ്ലിക് റിലേഷൻ എന്ന് പറയുന്നത് എന്താണ്? പൊതുജനങ്ങളുമായിട്ട് നല്ലൊരു ബന്ധം സ്ഥാപിക്കാനാണ് ഉദ്ദേശിക്കുന്നത് അല്ലെ? പ്രത്യേകിച്ച് ഒരു ഹോസ്പിറ്റൽ പോലെയുള്ള ഒരു ഫെസിലിറ്റി പ്രവർത്തിക്കുമ്പോൾ നമ്മൾ അത് കൂടുതൽ പബ്ലിക്കിലോട്ട് ഇറങ്ങി ചെല്ലണം. അല്ലെങ്കിൽ ആളുകൾ അവിടുത്തെ സർവീസുകളെ കുറിച്ച് കൂടുതൽ മനസ്സിലായാൽ മാത്രമാണ് നമുക്ക് ആ ഒരു ഹോസ്പിറ്റലിന്റെ റെപ്യൂട്ടേഷൻ ഉയർത്താനും അതിന്റെ സേവനങ്ങളെ പറ്റി ആളുകൾക്ക് കൂടുതൽ അറിയാനായിട്ടും സാധിക്കുള്ളൂ അല്ലെ? അപ്പൊ എന്താണ് പബ്ലിക് റിലേഷൻ എന്ന് ജോൺ മില്ലറ്റ് എങ്ങനെ ഡിഫൈൻ ചെയ്തത്? അദ്ദേഹം പറഞ്ഞത് ഇറ്റ് മീൻസ് നോയിങ് വാട്ട് ദ പബ്ലിക് ഹോപ്സ് ഫോർ ആൻഡ് എക്സ്പ്ലെയിൻ ഹൗ അഡ്മിനിസ്ട്രേഷൻ ഇസ് സാറ്റിസ്ഫൈങ് ദീസ് ഡിസയേഴ്സ് എന്നായിരുന്നു അല്ലെ? ഓക്കെ, അപ്പൊ അങ്ങനെയുള്ള ആ ഒരു എന്താ പറയാ ഡെഫിനിഷൻസ് ഒക്കെ ഒന്ന് പ്രത്യേകം നോട്ട് ചെയ്ത് വെക്കണം. അതൊക്കെയാണ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഭാഗങ്ങള്. പിന്നെ ആ ഒരു ഫസ്റ്റ് ആ ചാപ്റ്റർ തുടക്കം ഓക്കെ. ആ ചാപ്റ്റർ തുടങ്ങുമ്പോൾ ഒരു ചെറിയൊരു ടേബിളിലായിട്ട് എഡ്വേർഡ് ബെർണേഴ്സിനെ പറ്റി പറയുന്ന ഒരു ഭാഗമുണ്ടല്ലോ, അത് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. അതിൽ അദ്ദേഹത്തിന്റെ ഫസ്റ്റ് ബുക്ക് ഇമ്പോർട്ടന്റ് ആണ്. ഫാദർ ഓഫ് പബ്ലിക് റിലേഷൻ ആരാണ്? അത് മിക്കപ്പോഴും റിപ്പീറ്റഡ് ആയിട്ട് കണ്ടുവരുന്ന ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. അതുപോലെ ആ ഒരു ഡെഫിനേഷൻ തന്നിട്ട് ആരാണ് ഈ ഡെഫിനേഷൻ മുന്നോട്ട് വെച്ചത് എന്ന് ചോദിക്കാൻ ജോൺ മില്ലറ്റിന്റെ ഒരു ഡെഫിനേഷൻ അത് കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നിങ്ങൾ പഠിച്ചത് എനിക്ക് തോന്നുന്നു നീഡ് ഓഫ് പബ്ലിക് റിലേഷൻ ആണ് അല്ലെ? പബ്ലിക് റിലേഷന്റെ ആവശ്യകതകള് എന്തൊക്കെയാണ് അതിനെ പറ്റി നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരിക്കും. അപ്പൊ അതിനകത്ത് തന്നെ താഴെ തന്നിരിക്കുന്നവയില് ഒരു പബ്ലിക് റിലേഷൻ ആവശ്യകതയിൽ ഉൾപ്പെടുന്നത് ഏതാണ് അല്ലെങ്കിൽ ഉൾപ്പെടാത്തത് ഏതാണ്, ആ രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് അതിൽ നിന്ന് വരിക കേട്ടോ. അപ്പൊ അതൊക്കെ ഒന്ന് നിങ്ങൾ വായിക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ച് മനസ്സിലാക്കി വെച്ചാൽ ജസ്റ്റ് ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻ ആണല്ലോ. അപ്പൊ നമ്മൾ ആൻസർ ഐഡന്റിഫൈ ചെയ്യേണ്ട ടാസ്ക് മാത്രമേ നിങ്ങൾക്ക് വരുന്നുള്ളൂ. പിന്നെ നമ്മൾ പറഞ്ഞത് കമ്മ്യൂണിറ്റിയിലെ പബ്ലിക് റിലേഷൻ മെയിൻറ്റെയിൻ ചെയ്യേണ്ട മെത്തേഡുകൾ, ഏതൊക്കെ മെത്തേഡുകളിലൂടെയാണ് നമ്മൾ പബ്ലിക് റിലേഷൻ മെയിൻറ്റെയിൻ ചെയ്യുന്നത്? പ്രധാനമായിട്ട് 2 മെത്തേഡുകളാണ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത് അല്ലെ? ഏതൊക്കെയായിരുന്നു? ഒന്ന് ഓപ്പറേറ്റീവ് മെത്തേഡ്സ് ഉണ്ട്, മറ്റൊന്ന് എന്താണ്? കമ്മ്യൂണിക്കേറ്റീവ് മെത്തേഡ്സുകളാണ് അല്ലെ? ഓക്കെ, ഓപ്പറേറ്റീവ് മെത്തേഡ് ഉണ്ട്, അതുപോലെ തന്നെ കമ്മ്യൂണിക്കേറ്റീവ് മെത്തേഡ് ഉണ്ട്. ആശയവിനിമയ രീതിയിലൂടെ നമുക്ക് പബ്ലിക് റിലേഷൻ ഉണ്ടാക്കാം. അതുകൂടാതെ എന്താണ് പറയുക, ഓപ്പറേറ്റീവ് നമ്മുടെ നല്ല പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നല്ലൊരു പബ്ലിക് റിലേഷൻ ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പൊ അങ്ങനെ 2 മെത്തേഡുകൾ നമ്മൾ പഠിച്ചിരുന്നു. പിന്നെ അതിനെപ്പറ്റി കമ്മ്യൂണിക്കേറ്റീവ് മെത്തേഡ്സ് എന്ന് പറഞ്ഞ് പഠിച്ച കാര്യങ്ങളുണ്ടല്ലോ, അത് തന്നെയാണ് ഓരോന്നിലും ഇങ്ങനെ ബോക്സുകളാക്കി കൊടുത്തിരുന്നത് അല്ലെ? ശരിക്കും പറഞ്ഞാൽ കമ്മ്യൂണിക്കേറ്റീവ് മെത്തേഡ്സോട് കൂടി സ്റ്റോപ്പ് ചെയ്താൽ മതി. പക്ഷെ അതിൽ തന്നെ പോയിന്റുകളാണ് പിന്നെ ഓരോരോ ബോക്സുകളിലായിട്ട് അവര് കൊടുത്തിരുന്നത് അല്ലെ? ഓക്കെ, അതൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. പിന്നെ ഏതൊക്കെയായിരുന്നു? അഡ്വൈസറി കമ്മിറ്റി എന്താണ്? അതൊക്കെ വേണമെങ്കിൽ ചോദിക്കാം. എന്താണ് അഡ്വൈസറി കമ്മിറ്റി എന്ന് വേണമെങ്കിൽ ചോദിക്കാം.
അതായത് ഈ പറയുന്ന ഒരു ഹോസ്പിറ്റലിന് വരുന്ന പോരായ്മകളെ പറ്റിയിട്ട് നിർദ്ദേശങ്ങൾ കൊടുക്കുന്നതിനായിട്ട് അല്ലെ അവിടുത്തെ അഡ്മിനിസ്ട്രേഷന് ആവശ്യമായിട്ടുള്ള നിർദ്ദേശങ്ങള് മാർഗനിർദ്ദേശങ്ങളൊക്കെ കൊടുക്കാനായിട്ട് റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഒരു കമ്മിറ്റിയാണ് അഡ്വൈസറി കമ്മിറ്റി. പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ഒരു ഉപദേശക കമ്മിറ്റിയാണ് അല്ലെ. അതായത് ആ ഒരു ഹോസ്പിറ്റലിന്റെ പ്രവർത്തനങ്ങൾ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ അവിടെ വരുന്ന ഷോർട്ട് കമ്മിങ്സുകൾ അല്ലെ പോരായ്മകളൊക്കെ തിരുത്തുന്നതിന് വേണ്ടിയിട്ട് അത് ഓവർകം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അഡ്മിനിസ്ട്രേഷന് ആവശ്യമായിട്ടുള്ള മാർഗനിർദ്ദേശങ്ങൾ കൊടുക്കുന്ന ഒരു കമ്മിറ്റിയാണ് എന്ന് പറയുന്നത് അഡ്വൈസറി കമ്മിറ്റി. അപ്പൊ അതൊക്കെ വേണമെങ്കിൽ നേരിട്ട് വേണമെങ്കിൽ ക്വസ്റ്റ്യൻ ചോദിക്കാം കേട്ടോ. ഓക്കെ, വാട്ട് ഇസ് ദ റോൾ ഓഫ് അഡ്വൈസറി കമ്മിറ്റിയുടെ റോൾ എന്താണ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കാം. അപ്പൊ ഏതായാലും നിങ്ങൾ കുറച്ച് കാര്യങ്ങളൊക്കെ അതിൽ പഠിച്ചത് രണ്ട് ക്വസ്റ്റ്യൻസ് വേണമെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ഒന്ന് ഡിസ്കസ് ചെയ്യാം കേട്ടോ. അപ്പൊ നിങ്ങൾക്കത് ആൻസർ ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നുള്ളത് ജസ്റ്റ് ഒന്ന് നോക്കൂ കേട്ടോ. കിട്ടിയില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. നിങ്ങൾ അത്രയും പഠിച്ചത് ഞാൻ ക്ലാസ് എടുക്കണം എന്നുള്ള ഉദ്ദേശത്തിൽ വന്നതല്ല, ജസ്റ്റ് നിങ്ങളൊന്ന് പരിചയപ്പെടാം അത്രേ ഉള്ളൂ കേട്ടോ. അടുത്ത ദിവസം തൊട്ട് ക്ലാസ് ഉണ്ടായിരിക്കും. അടുത്ത ദിവസം തൊട്ട് നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് എടുക്കാം കേട്ടോ. Who is known as the father of public relation? ആരാണ് നിങ്ങൾ പറഞ്ഞതാണ് അല്ലെ, ആരാണ് എഡ്വേർഡ് ബെർണേഴ്സ് ആണ്. ഓക്കെ, പിന്നെ what was the title of എഡ്വേർഡ് ബെർണേഴ്സ് ഫസ്റ്റ് ബുക്ക്? എന്തായിരുന്നു what was the title of എഡ്വേർഡ് ബെർണേഴ്സ് ഫസ്റ്റ് ബുക്ക്? എഡ്വേർഡ് ബെർണേഴ്സിന്റെ ബുക്കിന്റെ പേരെന്തായിരുന്നു? എന്തായിരുന്നു പേര്? ഇപ്പൊ പറഞ്ഞോളൂ, എന്തായിരുന്നു അതിന്റെ പേര്? ക്രിസ്റ്റലൈസിംഗ് പബ്ലിക് ഒപ്പീനിയൻ അല്ലെ. എന്താണ്? ക്രിസ്റ്റലൈസിംഗ് പബ്ലിക് ഒപ്പീനിയൻ. ഓക്കെ, അടുത്തത് the methods basically related with the every okay correct ആണ് കേട്ടോ ജിമി. ക്രിസ്റ്റലൈസിംഗ് പബ്ലിക് ഒപ്പീനിയൻ കേട്ടോ. ഓക്കെ, അടുത്തൊന്ന് ചോദ്യം ശ്രദ്ധിച്ചേ നിങ്ങള്. the methods basically related with the every aspect of the ഹോസ്പിറ്റൽസ് ഓപ്പറേഷൻ. അതായത് ഹോസ്പിറ്റലിന്റെ എല്ലാ പ്രവർത്തനങ്ങളും ഹോസ്പിറ്റലിന്റെ പ്രവർത്തനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ആ ഒരു വശം അല്ലെങ്കിൽ ആ ഒരു മെത്തേഡ് അല്ലെ. ദ മെത്തേഡ് ബേസിക്കലി റിലേറ്റഡ് വിത്ത് എവറി ആസ്പെക്ട് ഓഫ് ദ ഹോസ്പിറ്റൽ ഓപ്പറേഷൻ. ഏത് മെത്തേഡാണ്? ഓപ്ഷൻസ് പറയാം. ഓപ്പറേറ്റീവ് മെത്തേഡ്. ഓക്കെ, കറക്റ്റ് ആണ്. ഓപ്പറേറ്റീവ് മെത്തേഡ് ആണ് കേട്ടോ. കിട്ടിയത്. അടുത്തൊരു ക്വസ്റ്റ്യൻ ഒന്ന് ശ്രദ്ധിക്കാം കേട്ടോ. നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് ഒന്ന് ശ്രദ്ധിച്ചു നോക്കുക. ചോദ്യം നോക്കിക്കാം കേട്ടോ. വിച്ച് എമംഗ് ദ ഫോളോയിങ് ഇസ് എ കമ്മ്യൂണിക്കേറ്റീവ് മെത്തേഡ്? താഴെ തന്നിരിക്കുന്നവര് ഏതാണ് ഓക്കെ കറക്റ്റ് ആണ് കേട്ടോ ജിജി മോൾ. ഓപ്പറേറ്റീവ് മെത്തേഡ് ആണ് കേട്ടോ. അടുത്ത നോക്കൂ. വിച്ച് എമംഗ് ദ ഫോളോയിങ് ഈസ് എ കമ്മ്യൂണിക്കേറ്റീവ് മെത്തേഡ്? താഴെ തന്നിരിക്കുന്നവര് ഏതാണ് കമ്മ്യൂണിക്കേറ്റീവ് മെത്തേഡ്? ഓപ്ഷൻ ഒന്ന് ശ്രദ്ധിച്ച് കേൾക്കാം കേട്ടോ. ഫസ്റ്റ് ഓപ്ഷൻ ഇതാണ്, ജോയ്ഫുൾ ആൻഡ് പൊളൈറ്റ് ബിഹേവിയർ. രണ്ടാമത്തത് ക്വിക്ക് ആൻഡ് എഫിഷ്യന്റ് ട്രീറ്റ്മെന്റ്. മൂന്നാമത്തത് പ്രൊവിഷൻ ഓഫ് സജഷൻ ബോക്സ് അറ്റ് സ്യൂട്ടബിൾ പ്ലേസ്. നാലാമത്തത് ക്ലിയർ എൻവിയോൺമെന്റ് ആൻഡ് വെൽ അപ്പിയറൻസ് ഓഫ് ദ വർക്കേഴ്സ്. ഇതാണ് വരിക. ഈ പറഞ്ഞതില് സി ആണ്. ഓക്കെ, കറക്റ്റ് ആണ് കേട്ടോ. സൗമ്യ കറക്റ്റ് ആണ്. മൂന്നാമത്തെയാണ് കേട്ടോ. പ്രൊവിഷൻ ഓഫ് സജഷൻ ബോക്സ് അറ്റ് സ്യൂട്ടബിൾ പ്ലേസ്. അല്ലെ, അനുയോജ്യമായിട്ടുള്ള സ്ഥലത്ത് എന്താണ് സജഷൻ ബോക്സുകൾ സ്ഥാപിക്കുക. അപ്പൊ അതിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും അല്ലെ. മറ്റുള്ള ജോയ്ഫുൾ പൊളൈറ്റ് ബിഹേവിയർ അല്ലെങ്കിൽ നല്ല രീതിയിൽ പെരുമാറുക, അതൊക്കെ നമ്മുടെ പ്രവർത്തനം ഓപ്പറേഷനുമായിട്ട് ബന്ധപ്പെട്ടതാണ് അല്ലെ. അതുപോലെ ക്വിക്ക് ആൻഡ് എഫിഷ്യന്റ് ട്രീറ്റ്മെന്റ്, ബാക്കിയുള്ളതെല്ലാം ഓപ്പറേറ്റീവ് മെത്തേഡ് ആണ്. നിങ്ങൾ പറഞ്ഞ മൂന്നാമത്തെയാണ് കമ്മ്യൂണിക്കേറ്റീവ് മെത്തേഡ്സ് ആയിട്ട് വരുന്നത്. ഓക്കെ, സൗമ്യ കറക്റ്റ് ആണ് കേട്ടോ. അടുത്ത നോക്കി, അടുത്ത ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ചേ. ഡാഷ് എംപ്ലോയ് മീൻസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ഇൻ ഓൾ പോസിബിൾ ഫോംസ് to enable the hospital to convey its message to the public. എന്താണ് ആൻസർ? ഡാഷ് എംപ്ലോയ് മീൻസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ഇൻ ഓൾ ദ പോസിബിൾ ഫോംസ് ടു എനേബിൾ ദ ഹോസ്പിറ്റൽ ടു കൺവേ ഇറ്റ്സ് മെസ്സേജ് ടു ദ പബ്ലിക്. എന്താണ് അറിയാമോ? ഓപ്ഷൻ പറയാം. ഔട്ട്ഡേറ്റഡ് മെത്തേഡ്സ്, കമ്മ്യൂണിക്കേറ്റീവ് മെത്തേഡ്സ്, ഡാമേജിംഗ് മെത്തേഡ്സ് ആൻഡ് ഡിസെപ്റ്റീവ് ടാക്ടിക്സ് മെത്തേഡ്. ഏതാണ്? കമ്മ്യൂണിക്കേറ്റീവ് മെത്തേഡ് അല്ലെ. ഓക്കെ, കറക്റ്റ് ആണ് കേട്ടോ. അടുത്ത നോക്കിക്കേ. നെക്സ്റ്റ് അറിയാം. ഓക്കെ, കറക്റ്റ് ആണ് കേട്ടോ. കൃഷ്ണ, സൗമ്യ, കീർത്തന, നീലു, ചിനി, ആശയ കറക്റ്റ് ആണ് കേട്ടോ. ആൻസർ ചെയ്യാൻ പറ്റുന്നുണ്ടല്ലോ നിങ്ങൾക്ക്. അപ്പൊ നിങ്ങൾ ആ ഭാഗങ്ങളൊക്കെ ക്ലിയർ ചെയ്തിട്ടുണ്ട്. പിന്നെ ജസ്റ്റ് ഒന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ ഇങ്ങനെ ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യുന്നത്. പിന്നെ നോക്കൂ,
who suggest hospital administration the methods to overcome their shortcomings. ഇപ്പൊ പറഞ്ഞതാണ് who suggest hospital administration the methods to overcome their shortcomings. കറക്റ്റ് ആണ് കേട്ടോ. സൗമ്യതാണ് അഡ്വൈസറി കമ്മിറ്റിയാണ് അല്ലെ. ഇത് കമ്മിറ്റിയാണ് അഡ്വൈസറി കമ്മിറ്റിയാണ്. അടുത്തത് കേട്ടോ, which among the following is used to evaluate പബ്ലിക് റിലേഷൻ ഇൻ ദ കമ്മ്യൂണിറ്റി കേട്ടോ. ഒരു കമ്മ്യൂണിറ്റിയിലെ പബ്ലിക് റിലേഷൻ ഇവാലുവേറ്റ് ചെയ്യുന്നതിനായിട്ട് ഉപയോഗിക്കുന്ന കുറച്ച് ഇൻഡിക്കേറ്റേഴ്സുകൾ നിങ്ങൾ പഠിച്ചിരുന്നു അല്ലെ. അതായത് നമുക്കൊരു പബ്ലിക് റിലേഷൻ എത്രത്തോളം ഉണ്ട് എന്ന് മനസ്സിലാക്കുന്നതിന് കുറച്ച് ഇൻഡിക്കേറ്ററുകൾ. ഓക്കെ, ക്വസ്റ്റ്യൻ എ കറക്റ്റ് ആണ്. ഓപ്ഷൻസ് നോക്കുക: പേഷ്യന്റ് സർവേസ്, ജനറൽ ഒപ്പീനിയൻ പോള്, ഡൊണേഷൻസ്, ഓൾ ഓഫ് ദിസ്. ഏതാണ് ആൻസർ വരിക? നമുക്ക് പബ്ലിക് ഒപ്പീനിയൻ എത്ര? ഓൾ ആണ് അല്ലെ. കറക്റ്റ് ആണ് കേട്ടോ, ഓൾ ആണ് ആൻസർ വരിക. അടുത്ത നോക്കൂ. പിന്നെ അതിനകത്ത് ഓരോ ഇൻഡിക്കേറ്റർ പറഞ്ഞപ്പോൾ ചില ഇൻഡിക്കേറ്റർ കൂടുമ്പോൾ പബ്ലിക് റിലേഷൻ എന്ത് ചെയ്യും? കുറയും അല്ലെ. അങ്ങനെയുണ്ടല്ലോ. അങ്ങനെ ചില ബോക്സുകളിലായിട്ട് കൊടുത്തിട്ടുണ്ട്. അത് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. അത് പഠിക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ച് പഠിക്കണം, കാരണം അതിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. ഈ ചോദ്യം ഒന്ന് ശ്രദ്ധിച്ചേ. ഡാഷ് ദ നമ്പർ ഓഫ് കംപ്ലൈന്റ്സ് റിസീവ്ഡ്, ബെറ്റർ ഇസ് ദ പബ്ലിക് റിലേഷൻ. എന്താണ് ചോദ്യം? ഡാഷ് ദ നമ്പർ ഓഫ് കംപ്ലൈന്റ്സ് റിസീവ്ഡ്, ബെറ്റർ ഇസ് ദ പബ്ലിക് റിലേഷൻസ്. അതൊന്ന് ആലോചിച്ചാൽ തന്നെ നമുക്ക് കിട്ടും. എന്താണ് വരിക? ഏതാണ് വരിക? മോർ ആണോ, ലെസ് ആണോ, മീഡിയം ആണോ, നൺ ഓഫ് ദിസ്? ഏതാ? ലെസ് അല്ലെ. ലെസ് ദ നമ്പർ ഓഫ് കംപ്ലൈന്റ്സ്. നമ്മൾ പരാതികൾ കുറച്ചാണ് ലഭിക്കുന്നതെങ്കിൽ അതിന്റെ അർത്ഥം എന്താണ്? അവിടെ നല്ല സർവീസ് ആയിരിക്കും. പരാതികൾ കുറവേ ലഭിക്കുന്നുള്ളൂ. നല്ലൊരു പബ്ലിക് റിലേഷൻ അവിടെ ഉണ്ടെന്നാണ് ഇത് സൂചിപ്പിക്കുന്നത് അല്ലെ. ഓക്കെ, അതുപോലെ തന്നെ വേറൊരു ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കൂ. കറക്റ്റ് ആണ് കേട്ടോ. അടുത്തത് ഡാഷ് വോളണ്ടിയറിസം ഇൻ എ ഹോസ്പിറ്റൽ, ബെറ്റർ ദ പബ്ലിക് റിലേഷൻ. Dash volunteerism in a hospital, better the public relation. Options: more, less, medium, none of this. ഏതാണ് ആൻസർ വരിക? മോർ ആണ് വരെ അല്ലെ. മോർ വോളണ്ടിയറിസം ഇൻ എ ഹോസ്പിറ്റൽ, ബെറ്റർ ദ പബ്ലിക്. കൂടുതൽ ആളുകൾ സ്വമേധയാ മുന്നോട്ട് തയ്യാറായിട്ട് സേവനങ്ങൾക്കായിട്ട് വരുന്നുണ്ടെങ്കിൽ, പ്രവർത്തിക്കാൻ തയ്യാറായിട്ട് വരുന്നുണ്ട് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? ആ ഹോസ്പിറ്റലിൽ നല്ലൊരു പബ്ലിക് റിലേഷൻ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട് അല്ലെ. അതുകൊണ്ടാണ് കൂടുതൽ ആളുകൾ എന്താണ് സ്വമേധയാ തയ്യാറായിട്ട് അവിടെ പല ആക്ടിവിറ്റികളും ചെയ്യുന്നതിനായിട്ട് മുന്നോട്ട് വരുന്നത്. സോ കറക്റ്റ് ആണ് മോർ വോളണ്ടിയറിസം ഇൻ എ ഹോസ്പിറ്റൽ, ബെറ്റർ ദ പബ്ലിക് റിലേഷൻ കേട്ടോ. ലാമയുടെ എക്സ്പാൻഷൻ ഒന്ന് പറയാമോ? എക്സ്പാൻഷൻ ഓഫ് ലാമ. എന്താണ് ലാമ എന്ന് പറഞ്ഞു കഴിഞ്ഞാല്? ലാമ എന്താണ്? ലാമ ഡാമ എന്നൊക്കെ കേട്ടിട്ടില്ലേ? ലാമയുടെ എക്സ്പാൻഷൻ ഒന്ന് പറയാമോ? എന്തായിരിക്കും? ഓക്കെ, കറക്റ്റ് ആണ് കേട്ടോ. കൃഷ്ണ, സിനി, സൗമ്യ, അഷിൽ, ശ്രീലക്ഷ്മി, സഫീറ കറക്റ്റ് ആണ് കേട്ടോ. ലിവിംഗ് അഗെയിൻസ്റ്റ് മെഡിക്കൽ അഡ്വൈസ് കേട്ടോ. സലീല കറക്റ്റ് ആണ്. കീർത്തന, മനു ഗോപിനാഥൻ കറക്റ്റ് ആണ് കേട്ടോ. ലിവിംഗ് അഗെയിൻസ്റ്റ് മെഡിക്കൽ അഡ്വൈസ് അല്ലെ. അപ്പോ ഞാൻ ചോദിക്കട്ടെ, മോർ ലാമ പേഷ്യൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പബ്ലിക് റിലേഷൻ എങ്ങനെയായിരിക്കും? മോർ ലാമ പേഷ്യൻസ്, കൂടുതൽ ആളുകൾ അവിടെ നിന്ന് വിട്ടുപോകുന്നുണ്ട് എന്ന് പറഞ്ഞാൽ പബ്ലിക് റിലേഷൻ എങ്ങനെയായിരിക്കും? ലോ ആയിരിക്കും അല്ലെ. വളരെ മോശമായിട്ടുള്ള രീതിയിലായിരിക്കും അവിടെ പബ്ലിക് റിലേഷൻ ഉണ്ടായിരിക്കാം. അങ്ങനെയുള്ള ചില ഇൻഡിക്കേറ്റേഴ്സ് ഒക്കെ വരില്ലേ, അതൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കണം. അടുത്ത ചോദ്യം ഒന്ന് ശ്രദ്ധിക്കാം. വിച്ച് among the following includes qualities of a public relation officer? ഒരു പബ്ലിക് റിലേഷൻ ഓഫീസറുടെ ക്വാളിറ്റിയിൽ ഉൾപ്പെടുന്നത് എന്തൊക്കെയാണ്? ഓപ്ഷൻസ്: ആംബിൾ കോമൺ സെൻസ്. ഓപ്ഷൻ ബി ഗുഡ് ജഡ്ജ്മെന്റ് ആൻഡ് ഒബ്ജക്ടിവിറ്റി. ഓപ്ഷൻ സി റെഡിനെസ് ടു വർക്ക് ഫോർ long hours. All of this. ഏതാണ് ആൻസർ? പിന്നെ നിങ്ങൾ പറഞ്ഞു ഡാഷ് ഈസ് ദ ചീഫ് അഡ്വക്കേറ്റ് ഫോർ ദ കമ്പനി. ഡാഷ് ഈസ് ദ ചീഫ് അഡ്വക്കേറ്റ് ഫോർ ദ കമ്പനി. ആരാണ് ചീഫ് അഡ്വക്കേറ്റ് ഓഫ് ദ കമ്പനി അറിയപ്പെടുന്നത്? ഡോക്ടർ ആണോ, പബ്ലിക് റിലേഷൻ ഓഫീസർ ആണോ, സീനിയർ നഴ്സിംഗ് സ്റ്റാഫ് ആണോ, ഫാർമസിസ്റ്റ് ആണോ? ആരാണ്? പബ്ലിക് റിലേഷൻ ഓഫീസർ ആണ് അല്ലെ. ഓക്കെ, അതുപോലെ നോക്കിയേ, സോഷ്യോളജി, സൈക്കോളജി ആൻഡ് ഗുഡ് ജേർണലിസം ആർ ദ എസെൻഷ്യൽ ടാലന്റ്സ് ഓഫ് പബ്ലിക് റിലേഷൻ ഓഫീസർ ആസ് ഡാഷ്. ഏത് റോളിനാണത്? കമ്മ്യൂണിക്കേറ്റർ റോളിനാണോ, പ്രോബ്ലം സോൾവർ എന്നുള്ള റോളിനാണോ, അത് അഡ്വക്കേറ്റ്, ഒപ്പീനിയൻ മാസ്ട്രോ? ഏതാണ് ആൻസർ? കമ്മ്യൂണിക്കേറ്റർ ആണ് അല്ലെ. ഓക്കെ, ഒരു കമ്മ്യൂണിക്കേറ്റർ നല്ല രീതിയിൽ ആശയവിനിമയം നടത്തണമെങ്കിൽ അത്യാവശ്യം നമ്മൾ സോഷ്യോളജിയും സൈക്കോളജിയും അത്യാവശ്യം ഒരു ജേർണലിസം അങ്ങനെയൊക്കെയുള്ള അറിവുകൾ നമുക്ക് ഉണ്ടാവണം അല്ലെ. ഓക്കെ, എന്ന് പറഞ്ഞാൽ ആ ഒരു പബ്ലിക്കായിട്ടാണ് നമ്മൾ കൂടുതൽ ഇടപെടുന്നത് അല്ലെ. അതുപോലെ അടുത്ത ക്വസ്റ്റ്യൻ ഒന്ന് നോക്കിയേ. എസ് എ ഡാഷ് ഹിസ് ഓർ ഹെർ ജോബ് to put a face on news and information that could embarrass or defame the company reputation.
ഏത് റോളിലാണ്? കമ്മ്യൂണിക്കേറ്റർ എന്നുള്ള റോളിലാണോ, അഡ്വക്കേറ്റ് എന്നുള്ള റോളിലാണോ, പ്രോബ്ലം സോൾവർ ആണോ, ഒപ്പീനിയൻ മൈസ്റ്റർ ആണോ? എന്താണ് ഉത്തരം? ശ്രീലക്ഷ്മി കറക്റ്റ് ആണ് കേട്ടോ. പ്രോബ്ലം സോൾവർ ആണ് കേട്ടോ. പ്രോബ്ലം സോൾവർ എന്ന റോളിലാണ്. ഓക്കെ, അടുത്തത് ഓക്കെ അത്രയേ ഉള്ളൂ കേട്ടോ. അപ്പൊ നമ്മള് പ്രോബ്ലം സോൾവർ ഓക്കെ, ഇത് കറക്റ്റ് ആണ്. ശരി, അപ്പോ നമ്മള് ഏകദേശം പരിചയപ്പെട്ടിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു കേട്ടോ. അപ്പൊ അടുത്ത ദിവസം മുതൽ നമുക്ക് ഈ ഒരു ചാപ്റ്റർ നമുക്ക് ഫിനിഷ് ചെയ്തിട്ട് പുതിയൊരു ചാപ്റ്റർ എത്തിക്സ് ആൻഡ് ലീഗൽ ഇഷ്യൂസ് എന്ന് പറയുന്ന ഒരു പുതിയ ചാപ്റ്റർ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. ഈ ഒരു ചാപ്റ്റർ ഫിനിഷ് ചെയ്തിട്ട് കാരണം വ്യാഴാഴ്ച ആയിരിക്കും. ഓക്കെ, നെക്സ്റ്റ് ക്ലാസ് തൊട്ട് കേട്ടോ. അപ്പൊ കുഴപ്പമൊന്നുമില്ലല്ലോ, എല്ലാവരും കുറച്ച് നാളത്തേക്ക് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാം കേട്ടോ. മിസ് വരുന്നത് വരെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്താൽ മതി. ഇത് കഴിഞ്ഞാൽ ഞാൻ പോകും കേട്ടോ. ഓക്കെ, ചിലവർക്ക് ചിലപ്പോ ഒരു ബുദ്ധിമുട്ടുണ്ടാവും കേട്ടോ. തുടക്കമൊക്കെ ഞാനൊരു പുതിയ ആളായതുകൊണ്ട് ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവാം. കുഴപ്പമില്ല, അഡ്ജസ്റ്റ് ചെയ്യണം കേട്ടോ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇന്നത്തെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം കേട്ടോ. നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിലോട്ട് കാണാം. ഓക്കെ, താങ്ക് യു.